മിമിക്രിയും ഹാസ്യവുമൊക്കെ പുരുഷാധിപത്യമുള്ള മേഖലയായിരുന്ന ഒരു കാലത്ത് സ്വന്തമായി ഒരിടം വെട്ടിപ്പിടിച്ച കലാകാരിയായിരുന്നു സുബി സുരേഷ്. എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയായ സുബി ഒരു മികച്ച ബ്രേക്ക് ഡാൻസറായാണ് കലാരംഗത്തെത്തിയത്. കൊച്ചിൻ കലാഭവനിലൂടെയായിരുന്നു തുടക്കം. ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന പരിപാടിയിലൂടെ സുബി മലയാളികളുടെ വീടുകളിലെ സ്ഥിരം സാന്നിധ്യമായി. സൂര്യ ടിവിയിലെ കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഒരുപോലെ പ്രിയങ്കരിയായും മാറി. കനകസിംഹാസനം എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു റോളൊക്കെ ചെയ്ത സുബി നിരവധി മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഹാപ്പി ഹസ്ബൻഡ്സ്, എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ്ണ തത്ത തുടങ്ങി 20ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. എന്നാൽ ഈ അതുല്യ കലാകാരി 2023 ഫെബ്രുവരി 22-ന് 41-ാം വയസ്സിലാണ് അന്തരിച്ചത്. കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ വെച്ചായിരുന്നു സുബിയുടെ അന്ത്യം. ദീർഘകാലമായി ഉണ്ടായിരുന്ന കരൾ സംബന്ധമായ അസുഖവും ശ്വാസകോശത്തിലെ അണുബാധയുമാണ് മരണകാരണമായത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള നടപടികൾ പൂർത്തിയാകാനിരിക്കെയായിരുന്നു ആ വിയോഗം. തന്റെ 41-ാം വയസ്സിൽ വിവാഹ സ്വപ്നങ്ങൾ അടക്കം ബാക്കിയാക്കിയാണ് സുബി യാത്രയായത്. 3-ാം ചരമവാർഷികമായ ഇന്നലെ ആലപ്പി അഷ്റഫിന്റെ വെളിപ്പെടുത്തലുകൾ വരികയാണ്. എന്താണ് സുബിയുടെ മരണകാരണമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നു. സുബി തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അസുഖം വർദ്ധിച്ചിരുന്ന സമയത്തും ജോലി തിരക്കുകൾ കാരണം ചികിത്സയും ഭക്ഷണവും ശ്രദ്ധിക്കുന്നതിൽ സുബി വിമുഖത കാട്ടിയെന്നാണ് ആലപ്പി അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. മരണത്തിന് തൊട്ടു മുൻപ് സുബി നടത്തിയ ജാർഖണ്ഡ് യാത്രയെക്കുറിച്ചും അദ്ദേഹം പ്രധാനമായും പരാമർശിക്കുന്നു. ആരോഗ്യനില മോശമായിരുന്നിട്ടും പരിപാടിക്ക് പോയത് നില വഷളാക്കി. ആ യാത്ര ഡോക്ടർമാരോ വേണ്ടപ്പെട്ടവരോ തടയണമായിരുന്നുവെന്നും അങ്ങനെയെങ്കിൽ സുബി ഇപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം വേദനയോടെ പങ്കുവെക്കുന്നു. തൈറോയ്ഡ് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് കൃത്യമായ മരുന്ന് കഴിക്കാത്ത ശീലം സുബിക്കുണ്ടായിരുന്നു. താൻ ഒരു മരുന്നും കൃത്യമായി കഴിക്കാത്ത ആളാണെന്ന് സുബി തന്നെ മുൻപ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യത്തിൽ അച്ചടക്കമില്ലാത്ത വ്യക്തിയായിരുന്നു സുബി. ഇത് കരൾ രോഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. പിന്നീട് ഈ അച്ചടക്കമില്ലായ്മ കരൾ രോഗം മൂർച്ഛിക്കാനും കാരണമായി. സൗന്ദര്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും അവർ ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവും കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളായിരുന്നെങ്കിലും സ്വന്തം ആരോഗ്യകാര്യത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ആ ശ്രദ്ധക്കുറവാണ് സുബിയെ ഒരു രോഗിയാക്കി മാറ്റിയതെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. സുബി മുൻപും പലതവണ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വളരെ മടിയാണ്. ഭക്ഷണം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചാൽ പോലും കഴിക്കാറില്ല. എപ്പോഴെങ്കിലും തോന്നിയാൽ അല്പം എന്തെങ്കിലും കഴിക്കും. ആ ദുശീലമാണ് എന്നെ വീഴ്ത്തിയതെന്ന് സുബി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ ആഹാരം കഴിക്കാത്തത് കൊണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം നിരന്തരമായ അസുഖമായി. കൂടാതെ മഗ്നീഷ്യവും പൊട്ടാസ്യവും സോഡിയവും എല്ലാം ശരീരത്തിൽ കുറഞ്ഞു. ഇതെല്ലാം തന്നെ അവരെ കടുത്ത രോഗത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായി. സ്വന്തമായി ആരോഗ്യം ശ്രദ്ധിക്കാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവർ കഷ്ടപ്പെട്ടത് മുഴുവനും അവരുടെ കുടുംബത്തെ രക്ഷിക്കുക എന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. സുബിയുടെ കഷ്ടപ്പാടിന്റെ ഫലം ആ കുടുംബത്തിന് ലഭിച്ചു. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബം സ്വന്തമായി സ്ഥലം വാങ്ങി അതിൽ 2 നിലയിലൊരു വീട് പണിതു അവിടെ താമസമാക്കി. ഇനി ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞപ്പോൾ 40കളിൽ ഒരു വിവാഹം കഴിക്കാമെന്ന കണക്കുകൂട്ടലോടുകൂടിയാണ് സുബി ജീവിച്ചത്. അതിനുവേണ്ടി ഒരുപാട് സ്വപ്നങ്ങളും നെയ്തുകൂട്ടി. താൻ പ്രണയിച്ചിരുന്ന രാഹുലിനെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ആ ഉറപ്പിന്മേൽ രാഹുൽ താലിമാലയും വാങ്ങിവെച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേട്ടത്. എന്നാൽ അത് അവരുടെ കഴുത്തിൽ അണിയിക്കുവാനും അവര് ഒന്നായി വിവാഹം കഴിക്കുവാനും സുബിയുടെ വിധി അനുവദിച്ചില്ല. എല്ലാ മോഹങ്ങളെയും തന്റെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ച് 3 വർഷത്തിനു മുമ്പ് സുബി എന്നേക്കുമായി യാത്രയായി. സുബി പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, പരിപാടി കഴിഞ്ഞു വന്നാൽ രാവിലെ മുഴുവനും കിടന്നുറങ്ങും. ഇടയ്ക്ക് എണീക്കും, വെള്ളം കുടിച്ചതിന് ശേഷം ഉറങ്ങും. ദിവസത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ വിരളമാണ്. ഒരു തവണയൊക്കെ കഴിച്ചാൽ കഴിച്ചു എന്ന് വരുത്തും. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ സ്വന്തം ആരോഗ്യം നോക്കാതെ ഉറക്കം നഷ്ടപ്പെടുത്തി കുടുംബത്തിന് വേണ്ടി ജീവിച്ച സുബി തന്റെ രോഗം മൂർച്ഛിക്കുന്നതോ തന്റെ കരൾ തന്നോട് പിണങ്ങിയതോ തന്റെ ആരോഗ്യാവസ്ഥ അമ്പയെ പരാജയപ്പെട്ടതൊന്നും അറിയാതെ പോയി. ഏറ്റവും ഒടുക്കം പരിപാടിക്ക് പോകരുത് എന്ന് പല നിർദ്ദേശങ്ങളുണ്ടായിട്ടും പരിപാടികൾക്ക് പോയി. സുബിയുടെ ആരോഗ്യത്തെ കോംപ്രമൈസ് ചെയ്താണ് സുബി ജീവിച്ചെന്ന് സുബി പോലും അറിയുന്നത് ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെയാണ്. എന്തായാലും സുബിയുടെ 3-ാം ചരമവാർഷികമാണ്. ആലപ്പി അഷ്റഫിന്റെ വെളിപ്പെടുത്തലുകൾ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്.